വിചാരിക്കാഞ്ഞിട്ടല്ല. പിന്നെ എവിടെയാണ് മിസ്സിംഗ് എന്നത്? സ്കിൽ ലെവലിലാണോ മിസ്സിംഗ്, അതല്ലെങ്കിൽ ഡാറ്റ ലെവലിലാണോ മിസ്സിംഗ്? ഏതോ ഒരു മിസ്സിംഗ് ഉണ്ടായാൽ പഠിക്കാൻ കഴിയില്ല. അത് മടിയുള്ളത് കൊണ്ടല്ല, മടിക്കൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തിയിട്ട് പരിഹരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യുന്നവർ വേണം, അതല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. എന്നിട്ട് മക്കളെ സപ്പോർട്ട് ചെയ്യണം. മക്കളുടെ കൂടെ നല്ല സമീപനങ്ങൾ ശീലിച്ചാൽ വലിയ നേട്ടമാണ്. ഞാൻ ഒറ്റ സംഭവം ബർക്കത്തിന് വേണ്ടി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഒരു പ്രവിശ്യയിലേക്ക് ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ചതിന് ശേഷം ഒരാളെ കയ്യിൽ 1000 ദീനാർ കൊടുത്തയച്ചു ഹദിയയായിട്ട്. ഈ കൊടുത്തയച്ച ആളുടെ കയ്യിൽ ഒരു കത്ത് കൂടിയുണ്ട്. ആ കത്ത് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. ആ കത്തില് ഇത് വേണ്ടതുപോലെ നിങ്ങളൊരു സ്വസ്ഥമായ ജീവിതം ഇതുകൊണ്ട് നയിക്കണമെന്നൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹു അത് കിട്ടിയ ഉടനെ തന്നെ അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഒന്നുപോലും എടുത്തില്ല. തിരിച്ച് ഈ കൊടുത്തയച്ച ഈ കൊണ്ടുപോയ ആള് തിരിച്ചു വന്ന ഉടനെ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി ഉമൈറിനെ പോയി കാണണം. എന്നിട്ട് കടുത്ത കത്ത് കൊടുത്തയച്ചു. ഈ കത്ത് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഉടനെ എൻ്റെ അടുക്കലേക്ക് വരണം, കത്ത് താഴെ വെക്കുന്നതിന്റെ മുമ്പ് വരണം. അങ്ങനെ വരാൻ പറഞ്ഞു. വന്നപ്പോ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ തന്ന ക്യാഷ് എവിടെ? ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മറുചോദ്യം, എനിക്ക് സ്വന്തമായി തന്ന ക്യാഷ് പിന്നെ നിങ്ങൾ എങ്ങനെ അത് അന്വേഷിക്കല്? ഇത് എന്റെ ക്യാഷ് അല്ലേ? റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും വിടൂല, നിങ്ങൾ സത്യം പറയണം. അപ്പോ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തയച്ചു. റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കാരണം ഒരു ദിവസം ആവശ്യത്തിന് ഒരു റൊട്ടി പോലും തികച്ച് കഴിക്കാൻ കൂടെയില്ലാത്തപ്പോഴും സൂക്ഷ്മതയോടെ ജീവിക്കുകയും ആ നാടിന്റെ ഭരണകാര്യങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ്, ഭരണകർത്താവാണ്. എന്നിട്ട് പോലും എല്ലാ ഇല്ലായ്മകൾക്ക് നടുവിലും സംതൃപ്തമായ ജീവിതം നയിക്കുകയും ഈ കൊടുത്തയച്ച് സ്വന്തമായി ഉപയോഗിക്കാൻ കൊടുത്തയച്ച ക്യാഷ് ഉടനെ തന്നെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്ത ഈ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അത് ഓർത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ തന്നെ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടു. ആരാണ് ഈ ഉമൈർ എന്നറിയോ? കൊച്ചു നാളിൽ ചെറിയ പ്രായത്തിൽ ബാപ്പ മരണപ്പെട്ടു പോയി. ബാപ്പ മരണപ്പെട്ടു പോയതിന് ശേഷം ഉമ്മ മറ്റൊരു വിവാഹം ചെയ്തു. ഈ രണ്ടാം വിവാഹം ചെയ്ത മനുഷ്യൻ ശാന്ത സുന്ദര സ്വഭാവക്കാരനാ. മദീനയിലെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനൊക്കെ വരും, കൂടെ ഉമൈറിനെയും കൊണ്ടുപോകും. ഉമൈറിന് ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, നല്ല സ്വഭാവക്കാരൻ. പക്ഷേ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ എതിർപക്ഷത്തായിരുന്നു മനസ്സ്. ഒരു ദിവസം ഹുനൈൻ യുദ്ധത്തിനോടോ മറ്റോ യുദ്ധത്തിന് വേണ്ടിയോ മറ്റോ നബിതങ്ങള് സ്വതക്ക പ്രഖ്യാപിച്ചു, എല്ലാവരോടും സംഭാവന കൊടുക്കാൻ പ്രഖ്യാപിച്ചു. ആ സമയത്ത് എല്ലാവരും സംഭാവന കൊടുത്തു, ഇദ്ദേഹം സംഭാവന കൊടുത്തില്ല. ഉമൈർ ഈ എളാപ്പാന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, എളാപ്പ നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ആ സമയത്ത് ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വളരെ മോശം പ്രയോഗം, ഹിമാറ് എന്ന പ്രയോഗം വരുന്ന രീതിയിലുള്ള ഒരു സംസാരിച്ചു. ഉമൈർ വല്ലാതെ വിഷമിച്ചു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു വന്നു, മസ്ജിദുൻ നബവിയിലേക്ക് വന്നു. കൊച്ചുമോന് 10 വയസ്സേ അപ്പോൾ ആയിട്ടുള്ളൂ. നബിതങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, വീട്ടിലിരിക്കാൻ വയ്യ, അങ്ങയെക്കുറിച്ച് ഇത്രയും കാലം ഞാൻ പ്രതീക്ഷിക്കുന്നതല്ലാത്ത വല്ലാത്തൊരു മോശം പദം അത് എന്റെ എളാപ്പ പ്രയോഗിച്ചു. ഇനി അവിടെ ജീവിക്കുക എന്നത് എനിക്ക് പറ്റില്ല, വല്ല പരിഹാരം ഉണ്ടാക്കി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു സ്വഹാബിയെ വിട്ടു, 2 പേരെ വിട്ടു. എന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ മോശമായി സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഉമൈർ ആകപ്പെട്ടു. 10 വയസ്സുകാരൻ, എപ്പോഴും ജമാഅത്തിന് വരുന്ന ഒരു മുതിർന്ന ശാന്ത സുന്ദര സ്വഭാവക്കാരനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞാൽ ആരെങ്കിലും സ്വീകരിക്കോ? പക്ഷേ സ്വഹാബത്തിന് ഒരിക്കലും ഉമൈർ അങ്ങനെ പറയും, കളവ് പറയും പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര സംശയമുണ്ടായി, ഭയങ്കര ആശങ്കകൾ ഉണ്ടായി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴേക്ക് ഉമൈർ 2 കണ്ണും നനഞ്ഞു. ചുവന്ന കണ്ണോടെ തുടുത്ത കവിൾത്തടങ്ങളോടുകൂടെ ഉമൈർ റബ്ബ് കരങ്ങളിലേക്ക് ഉയർത്തി പറഞ്ഞു, പടച്ചോനെ, ഇതിന്റെ സത്യാവസ്ഥ മുത്തുനബി തങ്ങൾക്ക് ഇപ്പൊ അറിയിക്കണം. ആ പ്രാർത്ഥന റബ്ബ് കേട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ വന്നു. നെറ്റി വേർക്കുന്നു, ശരീരം കനക്കുന്നു.
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ വരവുണ്ടാകുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി വകഫറു ബഅദ ഇസ്ലാമിഹിം വഹമ്മു ബിമാ ലം യനാലു വമാ നഖമു ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫദ്ലി ഇൻ യതൂബു യകു ഖൈറൻ ലഹും വഇൻ യതവല്ലു യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമൻ ഫിദ് ദുനിയ വൽ ആഖിറ മാ ലഹും ഫിൽ അർളി മിൻ വലിയ്യിൻ വലാ നസീർ. ആ മുനാഫിക്കുകളെ കുറിച്ചുള്ള സർവ്വ വിഷയങ്ങളും പറഞ്ഞിട്ടുള്ള ആ ആയത്തങ്ങോട്ട് ഇറങ്ങിയപ്പോ പോകാൻ നിന്നിരുന്ന ജുസാൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇത്രയും കാലം എന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല. ഈ നിമിഷം ഉമൈർ പറഞ്ഞതാണ് ശരി എന്ന് എന്റെ മനസ്സ് സമ്മതിക്കുന്നു. ഞാൻ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടക്കുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം പൂർണ്ണമായി മൂമിനാകുന്നു. സ്വഹാബത്ത് പറഞ്ഞു, പലരും ആശങ്ക, പടച്ചോനെ, ഈ കുട്ടി വീട്ടിലേക്ക് ചെന്നാൽ ഇയാൾക്ക് വെറുപ്പായിരിക്കൂലേ? പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഉമൈറിനെ കാണുമ്പോ അദ്ദേഹം ചേർത്ത് കൊടുത്തിട്ട് പറയും, എന്റെ മോൻ എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷിച്ച മോൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ നല്ല നിലവാരത്തിൽ വളർത്തിയാൽ, നല്ല മാന്യമായി സംസാരിച്ച് വളർത്തിയാൽ, നമുക്കടിപതറുന്ന സമയത്ത് നമ്മളെ കൈപിടിക്കാനും നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും ശേഷിയുള്ളവരാ നമ്മുടെ പുതുതലമുറയിലെ മക്കൾ. അവർക്ക് ബുദ്ധി കുറവൊന്നുമില്ല, അവർക്ക് പ്രാപ്തി കുറവൊന്നുമില്ല. അവർക്ക് നല്ല ഡയറക്ഷൻ കിട്ടുമെങ്കിൽ അവർ നമ്മെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാ. അതുകൊണ്ട് മക്കളോട് നല്ല നിലവാരത്തിൽ പെരുമാറി ശീലിക്കണം, നിലവാരത്തിൽ സംസാരിച്ച് ശീലിക്കണം. തെറ്റുകൾ വരുന്ന സമയത്ത് അപമാനിക്കാതെ, നിന്ദിക്കാതെ, മാന്യമായി തിരുത്തി ശീലിക്കണം. ഇത്തരം വിഷയങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ആശങ്കകളോ അവ്യക്തതകളോ ഉണ്ടെങ്കിൽ പഠിക്കണം. അത് ഫർള് ഐനാണ്, അത് നിർബന്ധമാണ്. നമുക്ക് ചീത്ത വിളിക്കലോ അപമാനിക്കലോ തല്ലലും കൊല്ലലും അല്ല പരിഹാരം. മാന്യമായി നമ്മുടെ മക്കളോട് സംസാരിച്ചാൽ അവർ നാളെ നമുക്ക് പിടിവള്ളിയായിരിക്കും. സ്വത്ത് അത് ഒരുപക്ഷെ ഇന്ന് വരും, നാളെ പോയെന്നിരിക്കും. അറിവ് അങ്ങനെയല്ല, യോഗ്യതകളും കഴിവുകളും അങ്ങനെയല്ല. അത് ഏറ്റവും വലിയ അറിവാ. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നേടിക്കൊടുക്കണം. അള്ളാഹു നമുക്ക് ഇത് കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറയപ്പെട്ട മഹാന്മാരുടെയും മഹത്തുക്കളുടെയും ഒക്കെ മദദ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നൽകി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ